ഹായ് ഓൾ, നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇതാ പി എസ് സി പുറത്തുവിട്ടിരിക്കുകയാണ്. KSEB ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്തൂർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് പി എസ് സി പുറത്തുവിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഡിപ്പാർട്ട്മെന്റ് KSEB ആണെന്ന് നിങ്ങൾക്കറിയാം. നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത് ഇലക്ട്രിസിറ്റി വർക്കർ എന്നാണ്. ഓക്കെ, പേരിലൊരു ചേഞ്ച് ഉണ്ട്, ഇലക്ട്രിസിറ്റി വർക്കർ എന്നാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് സ്കെയിൽ ഓഫ് പേ 24,400 മുതൽ 43,600 വരെയുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ് വന്നിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. ലാസ്റ്റ് ടൈമിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നീട് നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഈ എക്സാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇപ്പം നമ്പർ ഓഫ് വേക്കൻസീസ് ഓരോ ഡിസ്ട്രിക്റ്റിലും സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയാൽ ട്രിവാൻഡ്രം 101 വേക്കൻസീസ് ആണ്, കൊല്ലം 49, പത്തനംതിട്ട 24, അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിലും വളരെ നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ എറണാകുളം നോക്കിയാൽ 139 ഉണ്ട്, പിന്നീട് കോഴിക്കോട് നോക്കിയാൽ 117 ഉണ്ട്. അപ്പോൾ അതുപോലെ വളരെ നല്ല വേക്കൻസീസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ടോട്ടൽ എടുത്ത് നോക്കിയാൽ 985 പ്ലസ് വേക്കൻസീസ് ആണ് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പറിനകത്ത് നിൽക്കത്തില്ല. ഇതിൽ കൂടുതൽ എന്തുണ്ട്, റിക്വയർമെന്റ് ഉണ്ട് KSEBയിൽ. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും, കൂടുതൽ വേക്കൻസീസ് വരാനും ഏകദേശം 3000-ഓളം വേക്കൻസീസ് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ലാസ്റ്റ് ടൈം പോയിരിക്കുന്ന എത്ര ആയിരുന്നു അഡ്വൈസ് പോയിട്ടുള്ളത്? 4020 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നതും നിങ്ങൾ ആലോചിക്കുക, ഈ 4000 എന്ന് പറയുന്ന നമ്പറാണ്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള 3000 എന്ന് പറയുന്ന ഒരു വേക്കൻസിയാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാര്യം, ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് അവിടെ ലഭിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. നമ്മൾ ഇത്ര പേര്, ചിലപ്പോൾ 20,000 പേര് അല്ലെങ്കിൽ 30,000 പേരൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രയും വരണമെന്നില്ല. എന്തായാലും വളരെ കുറച്ച് പേരാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അതിൽ തന്നെ 4000 പേരുടെ അല്ലെങ്കിൽ 3000 പേർക്കുള്ളിലാകുക എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് അവിടെ പ്രൊമോഷനും മറ്റ് സാധ്യതകളും അവിടെ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് വേക്കൻസിയുടെ കാര്യം നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ് ഏജ് ലിമിറ്റ്. നിങ്ങൾക്ക് എന്താണ് 3 to 5 years ഓഫ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. കാറ്റഗറി വൈസ് ഉള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് 3 to 5 ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ വേക്കൻസീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ക്വാളിഫിക്കേഷന്റെ കാര്യം ഓൾറെഡി നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു അല്ലേ. 7th ആയിരുന്നു ക്വാളിഫിക്കേഷൻ, അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം എന്താണ്, പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. അതുപോലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗവൺമെന്റ് അപ്രൂവ്ഡ് 2 year നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഏത് ട്രേഡാണ്, ഇലക്ട്രീഷ്യൻ ആൻഡ് വയർമാൻ ട്രേഡിൽ നിങ്ങൾക്ക് ഈ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഈ KGC പോലുള്ള സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റിൽ NTC പോലുള്ള നാഷണൽ സർട്ടിഫിക്കറ്റും ഒക്കെ ഉള്ളവർക്ക് എന്താണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ആലോചിക്കുക. 2 year IT ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. അതുപോലെ തന്നെ പിന്നീട് പറയുന്നൊരു ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പം മിനിമം ഹൈറ്റ് പറയുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റിന് 157.48 സെന്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റിന് 144.78 സെന്റിമീറ്ററുമാണ് മിനിമം ഹൈറ്റ് പറയുന്നത്. അടുത്തായിട്ട് വിഷൻ ആണ്. വിഷൻ എന്താണ്, നോർമൽ വിഷൻ ആണ്. പക്ഷെ എന്തായിരിക്കണം, കളർ ബ്ലൈൻഡ്നെസ് പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് വരുന്നത് മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ഫോർ ഔട്ട്ഡോർ വർക്ക്സിനൊക്കെ നമ്മൾ എന്തായിരിക്കണം, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ടെസ്റ്റിംഗ് പോളിൽ, അതായത് 9 meter ഹൈറ്റുള്ള ഇലക്ട്രിക് പോളിൽ 8 minutesനുള്ളിൽ എന്ത് ചെയ്യണം, അത് ക്ലൈംബ് ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്ന ഫിസിക്കലി ഫിറ്റ് ആണോ അല്ലെങ്കിൽ ഔട്ട്ഡോർ വർക്ക്സിന് ഫിസിക്കലി ഫിറ്റ് ആണോ ഇല്ലയോ എന്നുള്ളതിന് നോക്കുന്ന ഒരു ടെസ്റ്റ്. അത് മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് അല്ല, രണ്ടുപേർക്കും ഒരു ടെസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഒന്നും വന്നിട്ടില്ല. രണ്ടുപേർക്കും ഈ ഒരേ ഫിസിക്കലി ഫിറ്റ്നസ് ടെസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. പിന്നീട് നമുക്ക് വരാനുള്ളൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഈ ITI അല്ലാതെ ഹയർ ക്വാളിഫിക്കേഷൻ ഇവിടെ വാലിഡ് ആയിരിക്കുമോ എന്നുള്ള കാര്യമാണ് അല്ലേ. അപ്പം നമുക്ക് എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ളതൊക്കെ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അത് വരുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ സാധിക്കും. പിന്നീട് ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ്. ഞാൻ പറഞ്ഞില്ലേ 4000 ചില്ലുവാനും
അഡ്വൈസുകളാണ് ലാസ്റ്റ് പോയത്. എത്രയും പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, PC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ഒന്ന് കാണിക്കുകയാണ്. ട്രിവാൻഡ്രം 480, കൊല്ലം 132, അതുപോലെ ആലപ്പുഴ 276. അങ്ങനെ താഴോട്ട് നോക്കിയാൽ വളരെ നല്ല നമ്പറാണ് അല്ലേ. എറണാകുളം 263, തൃശ്ശൂർ 514. അപ്പോൾ അതുപോലെ നല്ല നമ്പേഴ്സ് ഓഫ് വേക്കൻസീസ് ആണ് ഓരോ ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഒരു 10-15 വർഷം മുന്നേ വന്ന എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് PSC ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ അടങ്ങുന്ന ക്ലാസ്സുകളാണ്. നമ്മുടെ അക്കാഡമിക് സൈഡ് ഉണ്ടാക്കിയ ഒരു ടെൻറ്റേറ്റീവ് സിലബസിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. താഴെ കിടന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കിടന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് റാങ്ക്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിരവധി ടെക്നിക്കൽ എക്സാമുകൾക്ക് ടോപ്പ് റാങ്കുകൾ, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് പോലുള്ള റാങ്കുകൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള നിരവധി ടെക്നിക്കൽ എക്സാമുകൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളൊന്ന് ഓർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. PSCയുടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് PSC ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു 6 മാസത്തിൽ കൂടുതൽ കിട്ടത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിച്ചു വെക്കുക. കാര്യം 10-15 വർഷം മുമ്പേ നടന്ന ഒരു എക്സാം ആണല്ലേ, 15 വർഷം മുന്നേ വിളിച്ചൊരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ അടുത്തിടയ്ക്കൊന്നും വിളിച്ച നോട്ടിഫിക്കേഷൻ ഒന്നുമല്ല, റാങ്ക് ലിസ്റ്റ് നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഉറപ്പായിട്ടും ഈ ഒരു എക്സാം വളരെ പെട്ടെന്ന് തന്നെ വരും. നമുക്കിനി എക്സാമിൻ്റെ ഡേറ്റ് കൂടെ വന്നിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ സിലബസ് വന്നിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി പിന്നിലായി പോകുന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. വളരെ നല്ല വേക്കൻസി ഉള്ള എക്സാമാണ്. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക്, അതുപോലെ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നിങ്ങൾ മുമ്പിൽ കിട്ടുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് അതനുസരിച്ച് ഒരു സീരിയസ്നെസ്സോടുകൂടി നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 3 ആണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങൾ ആ ഡേറ്റിന് മുന്നേ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് നമ്മൾ എക്സാം വരെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും, പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ നമ്മൾ വിട്ടുപോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.